Hello, Namaskaram. I am Merin. Welcome to my channel. Christmas season ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് ക്രിസ്മസ് ഹോം ഡെക്കേഴ്സും പെയിന്റിങ്സും ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് സ്നോമാൻ്റെ ഒരു സീനറിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എങ്ങനെയാണ് സ്നോമാൻ വരയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 സർക്കിൾസ് വരയ്ക്കണം. അടുത്ത സർക്കിൾ ഈ ഒരു സർക്കിളിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലുതായിട്ട് വേണം വരയ്ക്കാൻ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാർക്കായിട്ട് വരയ്ക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. സ്നോമാനെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പാടുമില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സീനറിയാണിത്. ഇറപ്പായിട്ടുള്ള ലൈൻസ് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളയാം. ഇനി മഫ്ലറാണ് വരയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഡ്രോയിങ് ആണ്, പക്ഷെ എന്നാലും കുറേ പേരുണ്ടാവും ഇത് വരയ്ക്കാൻ അറിയാത്തവർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വരച്ച് കാണിച്ചത്. അപ്പം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയും ഡാർക്കായിട്ട് വരയ്ക്കരുത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡാർക്കായിട്ട് വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് വളരെ ലൈറ്റായിട്ടാണ് വരച്ചേക്കുന്നത്. ഈ ഡ്രോയിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഫാബർ കാസ്റ്റൽസിൻ്റെ ഓയിൽ പേസ്റ്റൽസ് ആണ്. അതുകൂടാതെ ഫാബർ കാസ്റ്റൽസിൻ്റെ പെൻസിൽ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫെവിക്രിലിൻ്റെ വൈറ്റ് കളറും യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ കളർ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുവാണ്. കുറച്ച് സ്നോ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ സർക്കിൾസ് വരച്ചു കൊടുക്കണം. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് കളേഴ്സ് എല്ലാം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു പോർഷൻ വെച്ചിട്ട് നല്ലതുപോലെ കളേഴ്സ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ഇയർബഡ് യൂസ് ചെയ്തിട്ടാണ് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യുന്നത്.
ഒരു സ്നോ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സർക്കിൾസ് ഒക്കെ വരച്ചേക്കുന്നത്. നമ്മൾ വരച്ച സർക്കിൾസ് എല്ലാം വൈറ്റ് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ സ്നോമാൻ്റെ ഹാറ്റ് തൊട്ട് വരയ്ക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 9B പെൻസിലാണ്. കുറേ പേര് എൻ്റെ ഓയിൽ പേസ്റ്റൽസിൻ്റെ ഡ്രോയിങ്ങിൻ്റെ അത് ഡൗട്ട് ചോദിച്ചിരുന്നു. അവർ പെൻസിൽ വെച്ച് വരച്ചിട്ട് ഡാർക്ക് ആവുന്നില്ലെന്ന്. അത് മറ്റൊന്നും കണ്ടല്ല, 9B അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പെൻസിൽ വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ആ ഒരു കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് വരത്തുള്ളൂ.
ഈ ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ്സിൻ്റെ അകത്തൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഏതൊക്കെ കളറാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കളറ് ഏതൊക്കെയായിട്ട് മെർജ് ചെയ്യുമ്പോഴാണ് ആ ഒരു കളറ് വരുന്നത്, അതെല്ലാം നല്ലതുപോലെ നോട്ടീസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ ശരിയാവില്ലായിരിക്കും, പക്ഷെ ചെയ്ത് വരുമ്പം കറക്റ്റ് ആയിക്കോളും. വൈറ്റ് അക്രലിക് കളേഴ്സാണിത്. ഇപ്പോൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ടേപ്പ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഡ്രോയിങ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സിന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് തീം ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ കുറേ ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൻ്റെ. കുറേ കുട്ടികൾ അതൊക്കെ വരച്ച് നോക്കിയിട്ട് അവർ പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ. അപ്പോൾ നിങ്ങളും വരച്ചിട്ട് നിങ്ങളുടെ പിക്സൊക്കെ
ഒക്കെ എനിക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും വരയ്ക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.